സംസ്ഥാനത്ത് ആദിവാസി സമൂഹം കനത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും യു.ഡി.എഫ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആദിവാസി ഐക്യവേദി സംസ്ഥാന കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നടപ്പിലാക്കിയ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയെക്കുറിച്ച് കൊട്ടിഘോഷിക്കുമ്പോഴും സംസ്ഥാനത്തെ ആദിവാസി സമൂഹത്തിന്റെ അവസ്ഥ ഇതാണ്. ഗർഭിണികൾക്ക് പോഷകാഹാരം നൽകാനുള്ള ജനനി ജന്മരക്ഷാ പദ്ധതിക്ക് ഫണ്ടില്ല. മാസം 2000 രൂപ വെച്ച് 18 മാസം നൽകേണ്ട ഈ തുക കേരളത്തിലെ ആദിവാസികളായ ഗർഭിണികൾക്ക് ലഭിക്കാതെ പോകുന്നു. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലും ഈ പദ്ധതിക്ക് അപേക്ഷ നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. കേരളത്തിലെ ആദിവാസികളിൽ 80% വനത്തിനുള്ളിലും വനത്തിനോട് ചേർന്നുമാണ് താമസിച്ചു വരുന്നത്. 2006 വനാവകാശ നിയമം ആദിവാസികൾക്ക് വേണ്ടത്ര ഗുണമുണ്ടായില്ല. വനവിഭവങ്ങൾ യഥേഷ്ടം ലഭിക്കാത്ത അവസ്ഥയും വന്യമൃഗശല്യവും കൃഷിഭൂമി ഇല്ലാത്ത സാഹചര്യവും സ്ഥിരവരുമാനമില്ലാത്ത അവസ്ഥയുമാണ് ആദിവാസി കുടുംബങ്ങൾ ഇന്നും പട്ടിണിയിലായി തുടരുന്നതിന്റെ കാരണം. AAY കാർഡിൽ അരി, ഗോതമ്പ് ഉൾപ്പെടെ 35 കിലോ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കുകയാണ്. മുൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം പട്ടിക വിഭാഗങ്ങളോട് അവഗണനയാണ് കാണിച്ചത്. പട്ടിക വിഭാഗങ്ങൾക്ക് സ്ഥിരവരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള തൊഴിൽ സംവിധാനം ഏർപ്പെടുത്തണം. സർക്കാർ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഈ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കണം. ജില്ലതോറും അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ചിത്ര നിലമ്പൂർ, PK രാജൻ കണ്ണൂർ, സുധീഷ് ഐനിക്കോടൻ, PP ബിജു, M ഷീല ആലപ്പുഴ എന്നിവർ സംബന്ധിച്ചു. നമ്മൾ കുറച്ചു ദിവസം മുമ്പ് കണ്ട് കൊല്ലം ജില്ലയില് അഞ്ജു സുനിൽ എന്ന് പറയുന്ന ദമ്പതികളുടെ കുട്ടികൾക്ക് മുലപ്പാലില്ലാത്ത കാരണം കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്ത വാർത്ത. അപ്പൊ അവിടെ ഇപ്പോ മന്ത്രിമാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പൊ നമ്മളത് ഞങ്ങൾക്ക് ഇതൊരു എന്താ പറയാ ഈ സംഭവം വലിയ സംഭവമായിട്ട് ഞങ്ങൾ തോന്നിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അതായത് കൊല്ലത്തെ ഇത് കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. നമുക്കറിയാം 1.5 ലക്ഷം വരുന്ന ആദിവാസികൾ വയനാട്ടിൽ ഇന്നും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കാഴ്ച മരിയനാട് പോയി കാണാൻ പറ്റും. ഇപ്പൊ നിലമ്പൂരിൽ തന്നെ ഭൂസമരം നടന്നു. സുപ്രീം കോടതി വിധി പ്രകാരമുള്ള ഭൂമി വീതിച്ചു കൊടുക്കാൻ പോലും ഇവിടെ മാറി മാറി വരുന്ന ഒരു സർക്കാരും സാധിച്ചിട്ടില്ല എന്നുള്ളത്. വിധി പോലും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ സർക്കാർ പറഞ്ഞത് എന്താണ്? അതിദാരിദ്ര്യ മുക്ത കേരളം. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോഴും ഈ ചൂടുവെള്ളം ആക്കി കൊടുക്കുന്ന ആദിവാസികളുടെ അടുത്ത് എങ്ങനെയാണ് അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചത്? അപ്പൊ പുതിയ സർക്കാരിനോട് ഞങ്ങൾ പറയാനുള്ളത് ഇത് അവരും ഇത് അംഗീകരിക്കരുത് എന്നുള്ളതാണ്. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.